ചലച്ചിത്ര കുടുംബത്തിൽപ്പെട്ട പ്രാർത്ഥന ഇന്ദ്രജിത്ത് അവർക്കെതിരെ തുടർച്ചയായി തന്നെ വർഷങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകാറുണ്ട്. കാരണം പ്രധാനപ്പെട്ടത് ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടാണ് നിരന്തരം ഈ സൈബർ ആക്രമണം നടക്കുന്നത്. ഇപ്പോൾ അവർ ഒരു മികച്ച ഗായിക കൂടിയാണ്. അങ്ങനെ അവർ സ്വന്തം രീതിയിൽ തന്നെ ഈ അറിയപ്പെടുകയാണ്, പ്രസിദ്ധി നേടുകയാണ്. പക്ഷേ ഈ വിമർശകർ, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളുടെ വിമർശകർ വർഷങ്ങളായി തന്നെ ആ കുട്ടിയുടെ പുറകെ ഉണ്ട്. എന്തായാലും ആ കുട്ടി എന്തായാലും അത് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്നാണ് തോന്നൽ. അങ്ങനെയാണോ? ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം, അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും അതായത് വെറൈറ്റി കണ്ടന്റുകളാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അതിപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അങ്ങനെയാണ് കാര്യം. ഇപ്പോൾ സ്ത്രീകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി ആയിരിക്കും സോഷ്യൽ മീഡിയയിലും നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഡെയിലി കാണുന്നതാണ്. ഒരു റീൽസ് വരുമ്പോൾ ആ കുട്ടി ധരിച്ചേക്കുന്നത് കണ്ടോ, എന്ത് വൃത്തികെട്ട വസ്ത്രമാണ് എന്നുള്ള അടിക്കുറപ്പോട് കൂടെ ആയിരിക്കും ആ ഒരു റീൽസ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ ആ റീൽസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറെ കമന്റുകൾ, അതായത് കമന്റോളുകൾ, കുറെ കമന്റ്സും ബോക്സിനകത്ത് ഇടും. അങ്ങനെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നവർ നിരവധിയാണ്. കാരണം ഇത് അവരുടെ പ്രൊഫഷനാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരിങ്ങനെയാണ് കാണിക്കുന്നത്, ഒരു സ്ത്രീ എന്ന് പറയാൻ അർഹതയില്ല എന്ന് പലപ്പോഴായിട്ട് എല്ലാ സ്ത്രീകളെയും അധിക്ഷേപിച്ചും രൂക്ഷമായി വിമർശിച്ചും പലരും രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം നയൻതാരയുടെ, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നയൻതാരയുടെ ഒരു കാര്യമാണ്. നയൻതാരയുടെ കാര്യം പറഞ്ഞിട്ട് പ്രാർത്ഥന ഇന്ദ്രജിത്തിലേക്ക് കടക്കാം. നയൻതാര എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ. അതായത് തമിഴിലൊരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് നയൻതാരയെ വിളിക്കുന്നത്. ഇവിടെ മഞ്ജു വാര്യർ എങ്ങനെയാണോ അതുപോലെയാണ് തമിഴ്നാട്ടിൽ നയൻതാര. ചിലപ്പോൾ അതിനെക്കാട്ടി മുകളിലാണ്. പണ്ട് മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായ നടനാണ് ജഗതി. അപ്പോൾ അദ്ദേഹം ആക്സിഡന്റിന് മുമ്പ് ഒരു സ്റ്റേജ് ഷോയിൽ പറഞ്ഞതാണ്, നയൻതാര മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ സാരി ഉടുത്തും തമിഴിലും കന്നഡയിലും അഭിനയിക്കുമ്പോൾ അടിവസ്ത്രം ധരിച്ചുകൊണ്ടാണ് നയൻതാര അഭിനയിക്കുന്നത് എന്ന്. അത്രയും വലിയൊരു താര പദവിയുള്ള, അത്രയും വലിയൊരു നടൻ ആ ഒരു പൊതു മാധ്യമത്തിൽ നിന്ന് അത്രയും ആളുകളുടെ മുന്നിൽ നിന്ന് നയൻതാരയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ പുള്ളി അതൊരു വളരെ തമാശ രൂപേണ ഒരു കാര്യം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തമാശ രൂപേണ പുള്ളി എടുത്തിട്ടതാണ്. അപ്പോൾ അന്ന് മുതലേ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി എപ്പോഴും ചർച്ചയാണ്. അതിനി സമൂഹ മാധ്യമങ്ങൾ ഇനി എത്ര അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞാൽ, ലോകം ഇനി എത്ര അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞാൽ, യുവാക്കൾ ഇനി എത്ര അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞാലും സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ചേട്ടൻ പറഞ്ഞതുപോലെ പ്രാർത്ഥന ഇന്ദ്രജിത്തിന്റെ കുടുംബം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓരോ കണ്ടന്റ് കൊണ്ടും, അല്ലെങ്കിൽ അവരുടെ ഓരോ രീതികൾ കൊണ്ടും, അല്ലെങ്കിൽ ഫാമിലി ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ കൊണ്ടുപോലും എപ്പോഴും സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൈറൽ ഫാമിലി തന്നെയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥന ഇന്ദ്രജിത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ പൃഥ്വിരാജും സുപ്രിയനെ നോക്കിയാൽ ചിലപ്പോൾ അത് സിനിമയുടെ ബേസിസിലായിരിക്കാം പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും കാര്യം വരുന്നത്. പക്ഷെ പ്രാർത്ഥന ഇന്ദ്രജിത്തിന്റെ കാര്യമാണെങ്കിൽ ഡ്രസ് കോഡിന്റെ കാര്യത്തിലും, പിന്നീട് അവരുടെ സിംഗറാണ്, അപ്പോൾ അവരുടെ സോങ്ങിന്റെ കാര്യത്തിലുമാണ്. പക്ഷെ കൂടുതലും ഡ്രസ്സിന്റെ കാര്യത്തിലാണ് വരുന്നത്. ഇത്തരത്തിൽ ഓരോ, അല്ലെങ്കിൽ മലയാളികൾ ഇത്തരത്തിലും അധപതിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഒരാളുടെ വസ്ത്രധാരണം, അതായത് പുരുഷനായാലും സ്ത്രീ ആയാലും, അത് അയാളുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഏത് വസ്ത്രം ധരിക്കാം, തനിക്ക് ഏതാണ് കംഫർട്ട് അതാണ് നമ്മൾ ധരിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ പോലും പറയുന്നുണ്ടല്ലോ, നമുക്ക് ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അതായത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് സമൂഹത്തിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ വരെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി സ്ത്രീകൾ ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കുമ്പോൾ ബാക്കിയുള്ള പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ പുരുഷ വൃത്തങ്ങൾക്ക്, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ചിലർക്ക് എന്തോ വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ അങ്ങനെ അവർ അവിടെ വളച്ചൊടിക്കുന്നത് വേറൊരു കാര്യമാണ്. സ്ത്രീകൾ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ടാണ് പുരുഷന്മാരെ റേപ്പിലേക്ക് ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. കാരണം ഇതിനൊരു പകുതി വരെ കാരണം സ്ത്രീകൾ തന്നെയാണ്. ചില സ്ത്രീകൾ, ഞാൻ പറയുന്നത് ഭൂരിഭാഗം സ്ത്രീകൾ അങ്ങനെ, ചില സ്ത്രീകളെല്ലാം അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റോട് കൂടി, അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ്ങിനോട് നടക്കുന്ന സ്ത്രീകളുമുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു വസ്ത്രധാരണത്തിൽ ഇത്രത്തോളം ആ കുട്ടിയെ അധിക്ഷേപിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ ആ കുട്ടീനെ അധിക്ഷേപിച്ച് പരമാവധി ആയപ്പോഴാണ് ആ കുട്ടിയുടെ മുത്തശ്ശി, നമുക്ക് എല്ലാവർക്കും അറിയാം, മല്ലിക സുകുമാരൻ, അവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്.
കാരണം മല്ലിക സുകുമാരൻ അവിടെ പറയുന്നത്, കാരണം അവരുടെ പ്രായം നമ്മൾ നോക്കേണ്ടതാണ്. ആ പ്രായത്തിലുള്ള ഒരാൾ പറയുന്നത് എത്രത്തോളം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് പോലും വരാത്ത അത്രയും വലിയൊരു സന്ദേശമാണ് അവരിൽ നിന്ന് വരുന്നത്. എന്നെ അത് വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, പ്രാർത്ഥന ഇന്ദ്രജിത്ത് തൻ്റെ പേരക്കുട്ടിയാണ്. അവൾ പല ഡ്രസ്സും ധരിക്കുന്നുണ്ട്, അതായത് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ ഡ്രസ്സ് ധരിക്കുന്നുണ്ട്. കാരണം എൻ്റെ മൂത്ത മകൻ്റെ മകളാണ്, അവൾ വിദേശ രാജ്യങ്ങളിലാണ് പഠിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ എന്ത് വസ്ത്രം ധരിച്ചാലും അവിടെ ആരും നോക്കാനില്ല. കാരണം അവിടുത്തെ ഒരു പൊതു വസ്ത്രധാരണം അങ്ങനെയാണ്, ആരും അത് ചോദ്യം ചെയ്യില്ല. അവിടെ ഫ്രീ ബേർഡായിട്ട് നമുക്ക് നടക്കാൻ സാധിക്കും. അത്തരത്തിൽ വിദേശത്ത് പഠിച്ചൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെയുള്ള ഡ്രസ്സ് ഇഷ്ടമാണ്, അവൾ അവിടെയുള്ള ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഇടുന്നു. കേരളത്തിലാണെങ്കിലും ഇടുന്നു. പിന്നീട് അവൾ സാരി എടുക്കുന്നുണ്ട്, സാരി എടുത്ത് അമ്പലത്തിൽ വരുന്നുണ്ട്. കേരളത്തിൽ, അതായത് സാരി എടുത്ത് അമ്പലത്തിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവളുടെ അമ്മയാണെങ്കിൽ, അതായത് പൂർണിമ ഇന്ദ്രജിത്ത് ആണെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർ ആണ്. കൂടാതെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടാണ് അവർക്ക് ബന്ധം. അപ്പൊ അവരെന്തായാലും മോഡേൺ ഡ്രസ്സ് ആയിരിക്കാം. അവരുടെ ഡ്രസ് രീതികൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെയധികം മോഡേൺ ആണ് പൂർണിമ ഇന്ദ്രജിത്ത്. അപ്പോൾ അത്തരത്തിൽ മോഡേൺ ഡ്രസ്സുകളാണ് അവർ കൂടുതലുമായിട്ട് കൊടുക്കുന്നത്. വിദേശ രാജ്യങ്ങളിലാണ് പൂർണിമയുടെ ബിസിനസ്. അത്തരത്തിൽ അങ്ങനെ ഒരു മോഡേൺ രീതി അല്ലെങ്കിൽ മോഡേൺ ചിന്താഗതിക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയയിലെ ഒരു ചെറിയ വിഭാഗം മാത്രമല്ലേ, അല്ലാതെ പൊതുവെ കേരളത്തിൽ നോക്കുമ്പോൾ എല്ലാവരും പുതിയ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രധാരണ രീതികളിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. വസ്ത്രധാരണങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്, അതായത് കൂടുതൽ പേര് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മാറിയപ്പോൾ, അതായത് ഇപ്പം ഞാൻ തന്നെ എനിക്കിഷ്ടമുള്ളത് ഇപ്പോൾ ജീൻസും ടോപ്പും ധരിച്ചാൽ, ജീൻസും ടീഷർട്ടും ധരിച്ചാൽ കൂടി നേരത്തേക്ക് എന്നെ വിലക്കുമായിരുന്നു. കാരണം എൻ്റെ ഫാമിലിയിൽ തന്നെ പറയുമായിരുന്നു, എന്തിനാണ് ഈ വേഷമൊന്നും ധരിക്കരുത്, ഈ വേഷമൊന്നും പെൺകുട്ടികൾക്ക് ചേരില്ല എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരിൽ പോലും പലരും എന്നെ നോക്കിയിട്ട്, മോളെ ഇത്തരത്തിലുള്ള വേഷമൊന്നും കൊള്ളത്തില്ല, വേറെ നല്ല ചുരിദാറൊക്കെ ഇട്ടൂടെ, ചുരിദാറൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും എന്നുള്ള ഡയലോഗുകൾ പറയുന്ന അമ്മാവന്മാർ എൻ്റെ നാട്ടിലുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ജീൻസും ടീഷർട്ടും ഇടാൻ ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത്തരത്തിലൊരു നെഗറ്റീവ് കമൻറ്റ് വരുന്നത് ഞാൻ പേടിച്ചുകൊണ്ട് പിന്നീട് ഞാനത് ഇട്ട് ശീലിച്ചപ്പോൾ എനിക്ക് എൻ്റെ കംഫർട്ട് നോക്കിയാലേ എനിക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. മറ്റുള്ളവരുടെ കംഫർട്ട് നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നാണ് എല്ലാവരും നോക്കുന്നത്, നമ്മളവിടെ ശരി ചെയ്യുന്നു എന്ന് നോക്കുന്നില്ല. ഇപ്പോൾ ഡ്രസ് ധാരണത്തിൽ തന്നെ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുന്നു, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നു, ഇഷ്ടമുള്ള ആളോടുകൂടി ട്രാവൽ ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒരാൾ കൂടി ട്രാവൽ ചെയ്താൽ കൂടി, അത് നമ്മുടെ സുഹൃത്തിനോട്, അപ്പം ഞാനൊരു ഉദാഹരണം പറയാം, നമ്മുടെ ഒരു ആൺ സുഹൃത്തിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ കൂടി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്താൽ കൂടി അത് ചോദ്യം ചെയ്യുന്ന ആളുകളാണ് ഭൂരിഭാഗം. അതായത് ചുറ്റും കൂടി ഒരു അമ്മാവന്മാരോ അല്ലെങ്കിൽ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇരുന്നാൽ, അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ഒരു പയ്യനും ഒരു പെൺകുട്ടിയും ഇരുന്നാൽ ഉറപ്പായിട്ടും ആ ഒരു പാർക്കിലുള്ള ഭൂരിഭാഗം പേരുടെ കണ്ണുകളും ആ പയ്യൻ്റെയും പെൺകുട്ടിയിലാണ്. കാരണം അവർ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ചിന്തകളാണ് അവരിൽ പോകുന്നത്. അല്ലാതെ അവിടെ വേറൊരു ചിന്ത വരുന്നില്ല, അവർ സുഹൃത്തുക്കളായിരിക്കാം എന്നുള്ള ചിന്ത അവിടെ വരുന്നില്ല. അവർ വിചാരിക്കുന്നത് എന്താണ്, ചിലപ്പോൾ അനാശാസ്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഒളിച്ചോടി വന്നതായിരിക്കാം. ഇതാണ് ഭൂരിഭാഗം മലയാളികളുടെ, അല്ലെ മലയാളികളെ മാത്രമല്ല ഭൂരിഭാഗം പേരുടെ മനസ്സിലും വരുന്നത്. പിന്നീട് എഡ്യൂക്കേഷൻ ഇവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാക്സിമം എന്തായാലും ഒരു അപ്ഡേറ്റഡ് ആയിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം പെൺകുട്ടികളുടെ വസ്ത്രധാരണം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ, അങ്ങനെ പല പുരുഷന്മാരും പറയുന്നുണ്ട്. പല യുവാക്കളിലും അത്തരത്തിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിട്ട് കൂടി പലരും മുൻകാലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. കാരണം ഇപ്പോഴും മുസ്ലിമിൻ്റെ ഇതിൽ നിന്ന് എടുത്തു നോക്കിയാൽ പർദ്ദ ധരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കാരണം ചിലപ്പോൾ ആ കുട്ടിക്ക് പർദ്ദ ധരിക്കേണ്ടായിരിക്കാം, ചിലപ്പോൾ ഭർത്താവിൻ്റെയോ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കാം പർദ്ദ ധരിക്കുന്നത്. എനിക്കറിയാം അത് പർദ്ദ ധരിക്കുന്നത്. അങ്ങനെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ കൈ കടത്തുന്നവരുമുണ്ട്. പിന്നീട് സ്ത്രീകൾ എന്തിട്ടാലും അത് പുരുഷന്മാരെയാണ് അത് സ്വാധീനിക്കുന്നത്. അല്ലെങ്കിൽ ആ റേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്ത്രീകളാണ് പ്രധാനമായിട്ടും പങ്ക് വഹിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ടാണ് അതിനൊക്കെ കാരണമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കേണ്ടത്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് ഏതൊരു പൗരൻ്റെയും അവകാശമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള
നമ്മളെ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് ധരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റൊരാളെ കാണിച്ചു കൊണ്ടുള്ള, അല്ലെങ്കിൽ അയാൾ കാണട്ടെ, അയാൾ വിചാരിക്കട്ടെ ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ധരിച്ചാൽ മതി, അയാൾക്ക് സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഡ്രസ്സ് ധരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഇവിടെ പ്രാർത്ഥന ഇന്ദ്രജിത്ത് എന്നും സമൂഹ മാധ്യമങ്ങളെ പ്രത്യക്ഷപ്പെടുന്നതാണ്. കാരണം ആ കുട്ടിയുടെ നിലപാട് കൊണ്ടും കൂടുതലും ആ കുട്ടിയുടെ വസ്ത്രധാരണം കൊണ്ട് തന്നെയാണ്. ഇവിടെ പ്രാർത്ഥന ഇന്ദ്രജിത്ത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ആ കുട്ടിയുടെ മുത്തശ്ശി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ അവകാശമാണ് എന്ത് വസ്ത്രം ധരിക്കുക, ഏത് കോളേജിൽ പഠിക്കുക, എവിടെ പോവുക എന്നെല്ലാം ഒരാളുടെ അവകാശമാണ്. ആ അവകാശത്തെ ചോദ്യം ചെയ്യാനോ അധിക്ഷേപിക്കാനോ സോഷ്യൽ മീഡിയയ്ക്ക് ആർക്കും തന്നെ അവകാശമില്ല.